എല്ലാവർക്കും നമസ്കാരം. ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷൻ ഈ മാസം 17 തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. 17 തീയതി മുതൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന സാധനയാണ്. പൗർണമി വരുന്നതുകൊണ്ട് അതിന് മുൻപായിട്ട് പൗർണമി മാസം 21 തീയതിയാണ്. അതിന് മുൻപാണ് ബ്രാഹ്മിയുടെ എല്ലാ സാധനയും തുടങ്ങാറുള്ളത്. ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷൻ ബ്രാഹ്മിയിൽ 2 ബാച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3-ാം ബാച്ചാണ് ആരംഭിക്കാൻ പോകുന്നത്. സാധന എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രാണൻ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ കർമ്മത്തിൽ നിന്നുള്ള മോചനം സംഭവിക്കുന്നുള്ളൂ. പ്രാണൻ അതിൻ്റെ ചാനലിലൂടെ സുഷുമ്നയിലുള്ള പ്രാണൻ മൂലാധാര ചക്രത്തിൽ നിന്ന് കയറി സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹതയും വിശുദ്ധിയും താണ്ടിക്കഴിയുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മുടെ പല രീതിയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു കർമ്മവും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. പല കർമ്മങ്ങളും പാരന്റിക്കൽ കർമ്മം പോലുള്ളതെല്ലാം നമ്മുടെ ഈ നിമിഷം അല്ലെങ്കിൽ നമ്മുടെ ശക്തി ആ ശിവനിലേക്ക് അടുപ്പിക്കുമ്പോൾ ആ ബോധം നമുക്ക് ശക്തിയായി തന്നെ നമ്മളെ സാധനയിൽ കൊണ്ടുപോകാൻ നമ്മുടെ ഉള്ളിലെ ഊർജം, നിങ്ങളുടെ ശരീരവും മനസ്സുമല്ല, നിങ്ങൾ അതിനും അപ്പുറത്തുള്ളൊരു കോൺഷ്യസ് ആണ് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന സമയത്താണ് നമുക്ക് സാധനയിൽ ആ അമ്മയോടൊപ്പം ആ ശക്തിയോടൊപ്പം നമുക്ക് ശിവനെ അറിയാനായിട്ട് പോകാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയാണ്. ബ്രഹ്മമുഹൂർത്തം വളരെ പ്രാധാന്യമാണ്. ബ്രഹ്മമായിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഉയർന്ന ബോധത്തിനെ അറിയുവാനായിട്ട്, നിങ്ങളെ തന്നെ തിരിച്ചറിയുവാനായിട്ടുള്ള ആ ഒരു സമയത്ത് സാധന പരിശീലിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. പിന്നെ നാഗവർഷിപ്പും ശിവാവർഷിപ്പും ദേവീ വർഷിപ്പും വീരഭദ്രനും കാലഭൈരവനും എല്ലാം ചേർന്നുള്ള ഒരു സാധന ക്രമീകരണമാണ്. അപ്പം ഏതൊരു വ്യക്തിയും തമോ ഗുണത്തിലാണെങ്കിലും അതേപോലെ തന്നെ രാജസീയമായിട്ടുള്ള അതേപോലെ സാത്വിക ഗുണത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതാണ്. മനുഷ്യൻ്റെ എപ്പോഴും രജോ ഗുണത്തിൽ നിന്ന് അവനെ മാറ്റുവാനായിട്ട് കൂടുതലും സാത്വികമായിട്ടുള്ള ഊർജ്ജത്തെ ലയനം ചെയ്യിപ്പിക്കാനായിട്ടുള്ള ക്രമീകരണമാണ്. അപ്പം ഡിഫറെൻ്റ് എനർജീസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മണിപ്പൂരക ചക്രം ഒരു തവണ അതിനിലേക്ക് ഒരു പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഡിവൈൻ്റെ എനർജിയും ഏതൊരു മന്ത്രത്തിൻ്റെ എനർജിയും ഫീൽ ചെയ്യാൻ പറ്റും. അതിനാണ് ഗുരുക്കന്മാരുള്ളതും. നിങ്ങൾക്ക് ബോഡിയും മൈൻഡും അല്ല, നിങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള തലമാണെന്നും എസ്റ്റസി എന്താണെന്നും അറിയിക്കുവാനായിട്ടാണ് നിങ്ങളുടെ കോൺഷ്യസ്. ഈ ഒരു തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാധന പദ്ധതിയാണ് ബ്രാഹ്മി 21 ഡേയ്സ്. അപ്പം ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാൻ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ജോയിൻ ചെയ്യാനായിട്ട്. എപ്പോഴും ഇതൊരു എനർജി വർക്കായതുകൊണ്ടും സാധനയിലുള്ളവരെ അത്രയും ഏറെ ഞാൻ കൈകാര്യം ചെയ്താണ് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പേഴ്സണലി ഉള്ള ഒരു അടുപ്പം വെച്ചുകൊണ്ടാണ് ബ്രാഹ്മി 21 ഡേയ്സ് കടത്തിക്കൊണ്ട് പോകുന്നത്. ബ്രാഹ്മിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്. അപ്പം 25 പേർക്ക് മാത്രമേ പങ്കെടുക്കുവാനായി സാധിക്കുള്ളൂ. ഞാൻ നമ്പർ കൊടുക്കാം. നമ്പർ കൊടുത്തിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കാം നമ്പർ. അതിൽ വന്നതിന് ശേഷം നിങ്ങൾ ബ്രാഹ്മി 21 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് പാകപ്പെട്ട് ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും യോജിക്കാൻ അതിന് 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ, നിങ്ങളെ നോക്കിയിട്ട് മാത്രമേ അതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു സെലക്ഷൻ പ്രോസസ്സുണ്ട്. അപ്പം നമുക്ക് 2 ദിവസത്തിനകം തന്നെ സെലക്ഷൻ പ്രോസസ്സിന് ശേഷം മാത്രമേ ഇതിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സിലേക്കുള്ള ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സിലേക്ക് വായോ. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.